It started with Bashir. First pictures you've taken. This is my first camera. അന്ന് ഈ പത്രക്കാർക്കൊന്നും അത്രയും ഫോട്ടോഗ്രാഫേഴ്സൊന്നും ഇല്ല. ഞാനന്നും നല്ല എൻ്റെ കണ്ണ് വളരെ ഷാർപ്പാണ്. ഈ ജനയുഗം പത്രം എന്ന് പറഞ്ഞ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പത്രമുണ്ട്. അതിൻ്റെ പത്രാധിപർ എൻ്റെ ഇളയച്ചനാണ്, കാമ്പശ്ശേരി കരുണാകരൻ. അപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു, രാജൻ നീ ഫോട്ടോഗ്രാഫ്സ് ബഷീറിൻ്റെ അടുത്ത് അയക്കണം. അങ്ങനെ തുടങ്ങിയതാണ് ബഷീറിൻ്റെ ഫോട്ടോ എടുക്കാൻ തുടങ്ങി. കണ്ടിന്യൂ ചെയ്യാൻ എന്നെ ബഷീറാണെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. ഈ ഫോട്ടോയ്ക്ക് എന്ന് നിലനിൽപ്പുണ്ടെന്നും അറിയാം, ഉണ്ടാകും. മലയാള സാഹിത്യം ഉള്ളിടത്തോളം കാലം ബഷീറും ഉണ്ടാവും. അപ്പോൾ ബഷീറിൻ്റെ ഫോട്ടോസ് ഉള്ളതുകൊണ്ട് ബഷീറിനെ ഇന്ന് ആൾക്കാർ ബഷീറിനെ ഇന്ന് കാണുന്ന മാതിരി തന്നെ ഓർമ്മിക്കുന്നു എന്ന് എൻ്റെ ചിത്രങ്ങൾ അതിന് സാക്ഷിയാണ്. ബഷീർ ഓരോ പടത്തിലും വ്യത്യസ്തമായിരിക്കും. ബഷീർ ഒരു ഫിലിം ഡയറക്ടറുടെ റോളിൽ തന്നെ നിൽക്കും. ഫോട്ടോ എടുക്കുന്നതിനും അദ്ദേഹം വളരെ സൗന്ദര്യം സൂക്ഷിക്കണം, വളരെ സുന്ദരനായിരിക്കണം എപ്പോഴും. അല്ലാതെ സൗന്ദര്യം ഇല്ലാത്ത ഫോട്ടോ അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നില്ല. ചെറിയ ഒരുപാട് ആരാധകർ ഫോട്ടോ ഒക്കെ ആവശ്യപ്പെടും. അപ്പോൾ ഏതോ ഒരു പത്രത്തിൻ്റെ ഒരു ഫോട്ടോഗ്രാഫർ അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് ആരാധകർ എഴുതി, ബഷീറെ നിങ്ങളൊരു പുഴുവിൻ്റെ മാതിരി ഇരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ബഷീർ പറഞ്ഞു, അതെൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ഫോട്ടോ ആണ്, എൻ്റെതല്ല. എൻ്റെ ഫോട്ടോ ഞാൻ അയച്ചു തരാം, അങ്ങനെ രാജനെടുത്ത് ഫോട്ടോ അയച്ചു തരാം എന്ന് പറഞ്ഞ് അങ്ങനെ ബഷീർ അയച്ചു കൊടുത്തിട്ടുണ്ട്.